ഇന്നലത്തെ സർവേകൾ പരിശോധിക്കുമ്പോൾ 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും 8.5 ലക്ഷം വരുന്ന പെൻഷൻകാരും സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ്. അവർ വോട്ട് ചെയ്തിട്ടില്ല. സർവേയിൽ വരുന്നത്, സർവേയുടെ അനാലിസിസ് നടത്തുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള മഹാഭൂരിപക്ഷം പേരും ഈ ഗവൺമെൻറ്റിന് വോട്ട് ചെയ്തിട്ടില്ല. അത് DA കിട്ടാത്തതുകൊണ്ടാണോ, DR കിട്ടാത്തതുകൊണ്ടാണോ, കുടിശ്ശിക വന്നതുകൊണ്ടാണോ, വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണോ, എന്തായാലും വോട്ട് ചെയ്തിട്ടില്ല. അതുപോലെ അംഗനവാടിക്കാർ മഹാഭൂരിപക്ഷവും വോട്ട് ചെയ്തിട്ടില്ല. ആശാ വർക്കർമാർ മഹാഭൂരിപക്ഷവും വലിയൊരു പങ്കാളിത്തമുള്ളവർ വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പെൻഷൻ കിട്ടുന്നവരിൽ വലിയൊരു ഭാഗം വോട്ട് ചെയ്തിട്ടില്ല. അതെല്ലാം കൂടി ചേർത്ത് UDFൻ്റെ ഒരു തരംഗമാണ് ഇവിടെ വരുന്നത്. UDF 74 സീറ്റ് മുതൽ 92 സീറ്റ് വരെ പിടിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ മുതൽ മലയാള മനോരമ വരെയുള്ള 10ഓളം സർവേകൾ പറയുന്നത്. 10ലധികം ഏജൻസികൾ ഇവിടെ സർവേ നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആ 10 ഏജൻസികളും പറയുന്നത്, സുദർശൻ, ചാണക്യ, ഇങ്ങനെ 10 ഏജൻസികളുണ്ട്. 10 ഏജൻസികളും പറയുന്നത് കേരളത്തിൽ UDF വരുമെന്നാണ്. ഇനി 10 ഏജൻസികളെ അട്ടിമറിച്ചുകൊണ്ട് 74-75 സീറ്റിൽ LDF വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ, ഒരു സീറ്റും കിട്ടാത്ത 0 മുതൽ 14 സീറ്റ് വരെ, 0 മുതൽ 3 വരെ, 0 മുതൽ 4 വരെ, 0 മുതൽ 5 വരെ, 0 മുതൽ 7 വരെ, 0 മുതൽ 14 വരെ സീറ്റുകൾ BJPക്കും പറയുന്നുണ്ട്, NDAയ്ക്കും പറയുന്നുണ്ട്. തൃപ്പൂണിത്തറ വളരെ വലിയ മത്സരമാണ് നടന്നു എന്ന് പറയുന്നു. കുന്നത്തുനാട് വലിയ മത്സരമാണ് നടന്നത്. ചാത്തന്നൂർ വലിയ മത്സരം, പിന്നെ അതുപോലെ തന്നെ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമൊക്കെ ജയിക്കുന്ന മത്സരമാണ് എന്നൊക്കെ വലിയ ഒരു അനാലിസിസാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വലിയ തോതിലാണ് ഈ UDF തരംഗം വരുന്നത്. UDF തരംഗം വരുന്നതിൻ്റെ ഒരു കാരണം കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. മുസ്ലിം കൺസോൾട്ടേഷൻ നന്നായി UDFന് അനുകൂലമായി വന്നിട്ടുണ്ട്. അതുതന്നെ ഒരു 4-5 ജില്ലകളിൽ വളരെ കൃത്യമായി UDFിലേക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. കുറച്ച് നായർ വോട്ടും കിട്ടിയിട്ടുണ്ട്, കുറേ ഈഴവ വോട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF സേഫ് സോണിലാണ്. അതേസമയം NDA സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് നായർ വോട്ട് നന്നായി കിട്ടി, ഈഴവ വോട്ടും വളരെ നന്നായി കിട്ടി. എന്നാൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വോട്ട് അത്ര കിട്ടിയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടും അവർക്ക് നഷ്ടമായിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വോട്ട് വളരെ കൃത്യമായി BJPക്ക് ഒട്ടും തന്നെ കിട്ടിയിട്ടുമില്ല. ഇനി LDFൻ്റെ കഥ പരിശോധിച്ചാൽ ഈഴവരുടെ വോട്ട് നല്ലൊരു ഭാഗം പരമ്പരാഗതമായി LDFന് വോട്ട് ചെയ്തിരുന്ന ഈഴവ കോട്ടകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല വളരെ പ്രധാനമായി നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഒരു ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ വലിയ തേരോട്ടമാണ് UDF നടത്താൻ പോകുന്നത്. കുറ്റ്യാടിയിലും നാദാപുരത്തും പേരാമ്പ്രയിലുമൊക്കെ, അതുപോലെ തന്നെ പിന്നെ കൊയിലാണ്ടിയിലും അടക്കമുള്ള കോഴിക്കോട് സൗത്തിലും നോർത്തിലുമൊക്കെ വളരെ വലിയ മുന്നേറ്റമാണ്, പിന്നെ UDF തേരോട്ടമാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അവിടെ കൃത്യമായി LDFൻ്റെ പരമ്പരാഗത ഈഴവ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ കണക്കെടുക്കുമ്പോൾ അവർ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്രാവശ്യം LDFന് വോട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ആ വിഭാഗത്തിലെ വോട്ടുകൾ കൂടി മറിക്കാൻ BJPക്ക് ശ്രമിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിലെ വോട്ടുകളും BJP കൊണ്ടു. അപ്പോൾ BJPക്ക് കുറേ കൂടി ബാലികേറ മലയാണ് ഇപ്പോഴും. 4-5 സീറ്റോ 5-10 14 ആയിക്കോട്ടെ, എത്ര സീറ്റ് പിടിച്ചാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലെത്തുക ഒരു ബാലികേറ മലയാണ്. പക്ഷേ 3 സീറ്റ് പിടിച്ചത് 77 സീറ്റാക്കി ഇപ്പോഴിതാ ബംഗാളിൽ അവർ ഭരണത്തിലേക്ക് വരുമെങ്കിൽ അവരുടെ പ്രതീക്ഷ, അവർ ഈ മറ്റേ ഫീനിക്സ് പക്ഷിയെ പോലെയാണ്, ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സംവിധാനമുള്ള കക്ഷിയാണ് BJP. 2 സീറ്റിൽ നിന്ന് പാർലമെൻറ്റ് 3ാമത്തെ തവണയാണ് ഇപ്പോൾ മോദി ഭരിക്കുന്നത്. അതുകൊണ്ട് അവരെ എഴുതിത്തള്ളാനും പറ്റില്ല, വളരുന്നൊരു പാർട്ടിയാണ്. എന്തായാലും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള UDF മുന്നേറ്റമാണെന്നാണ് 10ഓളം വരുന്ന പ്രവചനം നടത്തുന്നവർ, സെഫോളജി അനുസരിച്ച് പറയുന്നത് 10 ആളുകൾ 10 പറയുന്നത് അങ്ങനെയാണ്. അതിൽ മലയാള മനോരമയാണ് കുറച്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. 94 സീറ്റ് വരെ മനോരമ കൊടുത്തിട്ടുണ്ട്. 90 സീറ്റിനകത്താണ് ആക്സിസ് മൈ ഇന്ത്യ കൊടുക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും, പിന്നെ പല ആളുകൾ താഴേക്ക് വന്ന് 74 സീറ്റുകൾ വരെ കൊടുത്തവരുണ്ട്. അപ്പോഴും LDF പറയുന്ന ഒരു ന്യായം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആൻറ്റി ഇൻകംബൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്
ഞങ്ങൾ 68ഉം 70ൻ്റെ 69ൻ്റെയൊക്കെ അടുത്ത് ചില സർവേകളിൽ വന്നു നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് 71ഓ 72ഓ ആക്കാൻ ഒരുപാട് സമയം ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങളും ജയിക്കും എന്ന് പറഞ്ഞ് അതുപോലെ പൂരപ്പാട്ട് പാടി CPM കൂടെയുണ്ട്. അതേസമയം BJP ക്യാമ്പുകളിലും വലിയ സന്തോഷമാണ്. കാരണം അവർ എന്തായാലും 1 അല്ല 0 അല്ല 1 അല്ല 2 അല്ല 3 അല്ല, അവർ 4-5 സീറ്റ് പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെ UDFൻ്റെ ഒരു കോട്ടയാണ് ഇനി വരാൻ പോകുന്നത്. 10 വർഷത്തെ പിണറായി വിജയൻ്റെ തുടർ ഭരണത്തിന് അവസാനമുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വലിയ തരംഗമാണ് UDFന് അനുകൂലമായി നിൽക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ സതീശൻ്റെ 100-നടുത്തേക്ക് ഒരു കാരണവശാലും എത്തുന്നില്ല. അങ്ങനെ എത്താതിരിക്കാനുള്ള പ്രധാന കാരണം BJP ആണ്. BJP ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ബൈപ്പോളാർ ഇലക്ഷനാണ്. ട്രൈപ്പോളാറാണ്, ഇപ്പോൾ 3 കക്ഷികളുണ്ട്. ബൈപ്പോളാർ ആയിരുന്നെങ്കിൽ 2 കക്ഷികൾ മാത്രമുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നെങ്കിൽ, 2 മുന്നണികൾ മാത്രമായിരുന്നെങ്കിൽ 110 സീറ്റ് പിടിച്ച്, അഥവാ 120 സീറ്റ് പിടിച്ചാൽ അത്ഭുതമില്ല, വലിയ സീറ്റ് പിടിച്ച് 10, 100, 110 സീറ്റ് പിടിച്ച് UDF വന്നേനെ. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. എന്തായാലും 75-നും 74-നും 90-നും ഇടയ്ക്കാണ് കിടന്ന് കളിക്കുന്നത്. അതേസമയം 75-ന് താഴെയുള്ള ഒരു കളി LDFിലും കളിക്കുന്നുണ്ട്. നമുക്ക് 4-ാം തീയതി ഈ സമയം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമുക്കറിയാൻ പറ്റും ആരാണ് ഈ 5 സംസ്ഥാനത്തിൽ ഭരിക്കാൻ പോകുന്നതെന്ന്.